എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കാർബ്രോ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോർണർ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കഴിച്ച സാധനം എനിക്ക് ചില സാധനങ്ങളൊന്നും കുറച്ച് ഇഷ്ടമായില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്തവണ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടെ ചായ ഉണ്ടാക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ വേറെ, തേയില വെള്ളം വേറെ, പിന്നെ പാല് വേറെ, ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല അന്യായ വിലയാണ്. നമ്മൾ തന്നെ പക്ഷെ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സീനാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ചായയും ഈ നാട്ടിലെ ചായയും വളരെ ഡിഫറെൻ്റ് ആണ്. ഈ നാട്ടിലെ ചായ പുറത്തുനിന്ന് കുടിക്കുന്നത് സത്യം പറഞ്ഞാൽ വൻ നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. വെള്ളം തിളപ്പിക്കുന്നു, വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുന്നു, അതിനകത്തൊരു ടീ ബാഗ് ഇടുന്നു, ഏതെങ്കിലും ഒരു പാല് പുറത്തുനിന്ന് മേടിച്ച ഏതെങ്കിലും ഒരു പാല്, അതിനകത്ത് കുറച്ച് ഒരു ഇച്ചിരി പാലൊഴിക്കുന്നു, പിന്നെ വേണ്ട ഷുഗർ ഇടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കൂടിപ്പോയിക്കഴിഞ്ഞാൽ ടീ ബാഗ് ഇട്ട് നമുക്ക് തരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ഇതിന് ഇവിടെ ഒരു 2.5 പൗണ്ട് 3 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 250-300 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്ര വെർത്താണോ എന്ന് ചോദിച്ചാൽ തീരെ വെർത്തല്ല. പക്ഷേ എനിക്ക് ആ ഒരു ചായയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. നമ്മുടെ ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടപ്പെടാത്ത കടുപ്പം കുറഞ്ഞ ഒരു ചായയാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ റൂമിലോട്ട് പോവാണ്. വയറ് നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് സാധനങ്ങളെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം നമുക്കത് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് അത്യാവശ്യം 2 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു സാധനങ്ങളെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്യാമെന്ന്. കാരണം ഇനിയിപ്പോൾ റൂമിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റൂമെല്ലാം സെറ്റാക്കി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബ്രിട്ടൻ്റെ ഏറ്റവും മോസ്റ്റ് സീനിക് ആയിട്ടുള്ള ബസ് റൂട്ടിൽ കൂടെയാണ് ഇന്ന് നമ്മൾ സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. ഇവിടെ വരുന്നിടം വരെ, ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ഇവിടെ വരുന്നിടം വരെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് പാളുമോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് 2 ദിവസത്തെ ഇവിടുത്തെ സ്റ്റേ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇനിയും സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുള്ള ബസ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് 2 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കാർബ്രോ വരെ പോകുന്ന ബസ് നമുക്ക് കിട്ടും. അപ്പോൾ 2 പൗണ്ടിന് ആ സ്ഥലം ഭയങ്കര ലാഭമാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. 2 പൗണ്ടല്ല, എത്ര പൗണ്ട് കൊടുത്താലും ആ സ്ഥലം പോയി കാണുന്നത് അത്ര വെർത്താണ് കേട്ടോ. അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് യോർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം, ശരിക്കും പറഞ്ഞാൽ ഈ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പണി പാളി ഇനി ബസ് വരത്തില്ലേ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പം ആ വരുന്ന ബസ് കണ്ടോ, ആ ഒരു നീല ബസ്, അതാണ് സ്കാർബ്രോ ബസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു തുടങ്ങിയപ്പോൾ സ്കാർബ്രോ ഫുൾ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് എടുത്തു തുടങ്ങി യാത്ര ചെയ്ത ആ സ്ഥലങ്ങൾ, ആ പോകുന്ന റൂട്ട് തന്നെയുണ്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ളത്. അത്ര ഭംഗിയുള്ള റൂട്ടാണ്. അപ്പോൾ എനിക്കതൊന്നും മിസ് ചെയ്യാനായിട്ട് തോന്നിയില്ല. സോ ഈ ഒരു വീഡിയോ ഫുള്ള് കാണിക്കുന്നത് ഈ ഒരു യാത്രയാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഈ ബസ്സിൻ്റെ മുകൾ ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു നോർമൽ ഒരു സീറ്റായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ മുന്നിലോട്ടുള്ള കാഴ്ചകൾക്ക് ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം എങ്ങനെയെങ്കിലും ആ സ്ഥലത്തു നിന്ന് ആരെങ്കിലും ഒന്ന് എണ്ണീറ്റിട്ട് വേണം ഫ്രണ്ടിൽ പോയിരിക്കാൻ. അതായിരുന്നു ആദ്യം മനസ്സിൽ മൊത്തം. അങ്ങനെ ഞങ്ങൾ എന്തായാലും സൈഡിലിരുന്ന് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു നാട്ടിൻപുറം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കുറച്ച് റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്.
സിറ്റിയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പം ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകൾക്ക് കുറച്ചും കൂടെ വലിപ്പമുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുറ്റവും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ദേ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വയലുകളും ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കാണുമ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ദേ ഇത്ര ഇതിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് കിട്ടിയതിൽ ലോട്ടറി കിട്ടുന്ന പോലായിരുന്നു. കാരണം എല്ലാവരും ഫ്രണ്ട് സീറ്റിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ഇനി നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ കേട്ടോ എത്ര ഭംഗിയാണെന്ന്. പിന്നെ ഇതിനകത്ത് കാണുന്നതിനെക്കാട്ടിലും ഒക്കെ ഒരു എന്താ പറയുന്നത്, ഒരു 100 മടങ്ങ് ഭംഗിയുള്ള സ്ഥലമാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മളീ പോകുന്ന ബസ്സിൻ്റെ പേരാണ് ദ കോസ്റ്റ് ലൈനർ 840. ലീഡ്സിൽ നിന്ന് യോർക്കിലോട്ടാണ് ഈ ഒരു ബസ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്താണെന്നറിയോ, ഈ റോഡുകൾ കണ്ടോ? ഈ റോഡുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതിന് 2 സൈഡും ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് ഒരു വിൻ്റർ സമയമായതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് ഈ ഒരു റൂട്ട് ശരിക്കും പറഞ്ഞ ഒരു ഓട്ടം സമയത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. കാരണം ഒരുപാട് കളറുള്ള ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്ന ആ ഒരു സമയത്ത് ഇത് ഒന്നും കൂടെ ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ് മാത്രമേ ഇതുവഴി പോവുള്ളൂ കേട്ടോ, ദ കോസ്റ്റ് ലൈനേഴ്സ് മാത്രം. ഇത് ഇത്ര നേരം ഇടവിട്ട് ഇതേപോലത്തെ ബസ്സുകൾ, ഒരു ബസ് മാത്രമല്ല, ഇത്ര നേരം 1 മണിക്കൂറൊക്കെ ഇടവിട്ട് ഇതേപോലെ ഒരുപാട് ബസ്സുകൾ ഇതുവഴി പോവും. വളരെ ഈസിയാണ് സത്യത്തിൽ യോർക്കിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു കോസ്റ്റ് ലൈൻ ഏരിയയിലോട്ടാണ്, ഒരു തീരപ്രദേശമാണ്. പിന്നെ ഇപ്പോൾ ഒരു പകുതി വഴിയായിട്ടുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ടൗൺ അവിടെ ഉണ്ടായിരുന്നു. വിഡ്ബൈ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നമ്മളതിന് മുന്നേ ആക്ച്വലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്കാർബ്രോയിൽ. ഈ കാണുന്നതാണ് ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ കോസ്റ്റ് ലൈനർ. അപ്പോൾ ഈ ബസ് മാത്രമേ ഇതുവഴി പോകത്തുള്ളൂ കേട്ടോ. ദൂരോട്ട് നോക്കിയാൽ ഒരുപാട് മലകളും ചെറിയ ചെറിയ കുന്നുകളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, പണ്ട് വരച്ച് പഠിച്ചിരുന്ന മലയും അല്ലെങ്കിൽ കുന്നുകൾ, ഇങ്ങനെ മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ സ്ഥലങ്ങളാണോ എന്ന് തോന്നിപ്പോവും. അത്രയും ഭംഗിയാണ്.
ചില ഏരിയാസിലൊക്കെ ബസ് സ്റ്റോപ്പ് ഇതേപോലെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലെ. അങ്ങനെ ഏകദേശം ഒരു 1-1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്കാർബ്രോ എത്തിയിരിക്കുകയാണ്. ടൗൺ അടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം, അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇതിവിടുത്തെ സെൻറ്റർ ആണെന്ന് തോന്നുന്നു. അതുപോലെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഞങ്ങൾ ആ ഒരു സിറ്റിയിൽ ഇറങ്ങാതെ ബസ്സിൽ തന്നെ ഇരുന്നു. കാരണം കുറച്ചപ്പുറത്തോട്ട് പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിച്ച് അടുത്ത ഒരു വീഡിയോയിൽ നല്ല അടിപൊളി ഇവിടുത്തെ സീയും അതേപോലെ തന്നെ കുറച്ച് പാർക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഈ യാത്ര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് ആ ഒരു വഴികളെല്ലാം ഭയങ്കരമായിട്ട് ഭംഗി തോന്നിക്കുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തത്. അപ്പോൾ സ്കാർബ്രോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പാർക്കുകളും അതുപോലെ തന്നെ കടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.